നയര എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, റഷ്യൻ കമ്പനിയാണ് ഇത്. എണ്ണ കമ്പനി. നമ്മളിവിടെ അതിൻ്റെ പമ്പുകളും മറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റഷ്യൻ പേരിലുള്ള കമ്പനിയാണ്. ഇത് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ. അതായത് ഈ റഷ്യക്ക് നേരെയുള്ള ഉപരോധങ്ങളും മറ്റും അറിയാമല്ലോ. യൂറോപ്യൻ യൂണിയൻ 18ാമത്തെ സാങ്ഷനുമായിട്ട് വരികയാണ്. 18ാമത്തെ ഉപരോധം തള്ളിപ്പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പക്ഷേ നയരയ്ക്ക് ഭയങ്കര വലിയൊരു പിന്തുണയാണ് കൊടുക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നമുക്കറിയാം, ഈ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് കച്ചവട കരാറൊക്കെ ഇന്ത്യ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ അതിന് ഈ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ കിടക്കുന്നത്? അല്ല, ഇത് യൂറോപ്യൻ യൂണിയൻ എന്നതിലും ഉപരി യൂറോപ്യൻ യൂണിയനെ നിർബന്ധിക്കുന്ന അമേരിക്കക്കിട്ടുള്ള ഒരു പണിയാണ് വാസ്തവം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നയര എന്ന് പറയുന്നത് ആ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. നയര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇപ്പോൾ പെട്രോൾ പമ്പുകൾ തുറന്നിട്ടുണ്ട്. അവർ ഈ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി ആകർഷകമായ ഡിസ്കൗണ്ടിലൊക്കെയാണ് പെട്രോൾ ഡീസലൊക്കെ വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ അത് വളരെ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മൊത്തം ഏതാണ്ട് 6750 പെട്രോൾ പമ്പുകൾ നയരയുടെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ ജനകീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നയരയുടെ ഉടമസ്ഥർ എന്ന് പറയുന്ന അതും രസകരമാണ്. ഈ റഷ്യയിലെ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ എണ്ണ കമ്പനിയുണ്ട്. അതായത് അവിടെ എണ്ണ പരിവേഷണം നടത്തുന്നു, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു, സംസ്കരിക്കുന്നു, വിൽപ്പന നടത്തുന്നു. അതിനുള്ള സ്ഥാപനമാണ് റോസ്നെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ മറ്റ് സംരംഭകരുമായിട്ട് കൂടിച്ചേർന്ന് രൂപീകരിച്ച ഒരു പുതിയ കമ്പനിയാണ് നയര. മുമ്പ് നമ്മുടെ നാട്ടിൽ SR എന്ന് പറയുന്ന പേരിൽ പെട്രോൾ പമ്പുകൾ പലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ SRനെ ഇവരങ്ങോട്ട് ഏറ്റെടുത്തിട്ടാണ് ഈ നയരയായി മാറിയത്. ഇതിൽ ഈ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 49.13% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് നയര. ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഇവിടെ വന്ന് ഒരു കച്ചവടം നടത്തുന്നു. ഇനി ഈ ബാക്കിയുള്ള ഒരു 50% ഷെയറുകൾ സ്വകാര്യ വ്യക്തികൾക്കാണെന്നാണല്ലോ പറയുന്നത്. ആ സ്വകാര്യ വ്യക്തികളിലെ ആ ഒരു ഓഹരി രൂപീകരിച്ച കൺസോർഷ്യം അതും റഷ്യയാണെന്നാണ് അറിവ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ റഷ്യ നിയന്ത്രിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് നയര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ യൂറോപ്യൻ യൂണിയൻ്റെ 18ാമത് അല്ല, നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ് നയര എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവരുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ ഈ നയരയ്ക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനായിട്ട് വിലക്കുണ്ട് നിലവിൽ. കാരണം കപ്പൽ മാർഗമില്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കപ്പലുകൾക്ക് യാത്രാനുമതി കൊടുക്കില്ല. മറ്റ് രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെ പോകാനായിട്ടുള്ള യാത്രാനുമതി കൊടുക്കില്ല. ഇനി പോകണമെങ്കിൽ തന്നെ ഇവർക്ക് ഈ രേഖാമൂലമുള്ള യാത്രകൾക്കൊക്കെ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കപ്പലിന് നിർബന്ധമാണ്. കാര്യം ഏതെങ്കിലും അപകടം പറ്റിയ ഭീമമായ നഷ്ടപരിഹാരമാണല്ലോ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ നടപടിക്രമങ്ങൾ ഇവർ മരവിപ്പിച്ചു. പിന്നെ ആത്യന്തികമായിട്ട് ഈ ക്രൂഡ് ഓയിൽ വാങ്ങുക വിൽക്കുക നടക്കുന്നത് ഡോളറിലാണ് ഇടപാട്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് ഇവരുടെ ഇടപാടുകൾക്ക് അത് ഫ്രീസ് ചെയ്യിപ്പിച്ചു. ഈ ഡോളർ ഇടപാട് നടക്കുന്നില്ല. അങ്ങനെ നയര ആകെ പെട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനായിട്ട് അനുമതിയില്ല. അവർ നിലവിലിപ്പോൾ സൗദിയിൽ നിന്നും അതേപോലെ തന്നെ ഇറാഖിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നയരയുടെ ഗുജറാത്തിലെ ഒരു റിഫൈനറി ഉണ്ട്. അതിൻ്റെ പേര് വാദിനർ എന്ന് പറയുന്ന റിഫൈനറിയാണ്. ഈ റിഫൈനറിക്ക് ഒരു കുഴപ്പമുണ്ട്. മറ്റ് റിഫൈനറികളെല്ലാം അവർ പെട്രോൾ ഡീസലൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ വഴിയാണ് അതിൻ്റെ സപ്ലൈ യൂണിറ്റുകളിലേക്ക് അത് കൊടുക്കുക. പക്ഷേ ഇവിടെ ഇവർക്കതില്ല. ഇവർ കപ്പൽ മാർഗം തന്നെയാണ് മറ്റ് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാനായിട്ട് വിദേശ രജിസ്ട്രേഷനുള്ള കപ്പലുകൾക്ക് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു മടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ഇടപെട്ട് വിദേശത്ത് രജിസ്റ്റർ ചെയ്ത 4 കപ്പലുകൾക്ക് നയരയുടെ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ വിതരണം ചെയ്യാൻ, അതായത് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ കൊച്ചിയിൽ വേണമെങ്കിൽ എത്തിക്കാം, അത്തരത്തിൽ ഉള്ള അനുമതി കൊടുത്തു. അപ്പോൾ അവരതനുസരിച്ച് ഈ നയരയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഈ നയര എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നുള്ളത്, രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന ഇന്ധനങ്ങളുടെ ഏതാണ്ട് 8% ഇപ്പോൾ നയരയുടെ ഉൽപ്പന്നങ്ങളാണ് നേരിട്ട്. അതുകൂടാതെ അവർക്ക് 6750 പെട്രോൾ പമ്പുകൾ കൂടി ഉണ്ട്. ഇനി നമ്മൾ അറിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട്. നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവർ രാജ്യത്തുടനീളം പെട്രോൾ പമ്പുകൾ ഉള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ അവരുടെ ഉൽപ്പാദനം താരതമ്യേന കുറവാണ്. അവർ വിറ്റഴിക്കുന്നതിൻ്റെ പകുതി പോലും അവർ പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നയരയാണ്.
അപ്പോൾ ഈ നായരയുടെ ഉൽപ്പന്നങ്ങളാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത്തരത്തിൽ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധം വന്നതിന് ശേഷം ഈ ജൂലൈയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ വഷളായത്. അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത കാര്യം വന്നു. കാരണം ഈ ഇൻഷുറൻസ് തരുന്ന കമ്പനികളെല്ലാം ഏറെക്കുറെ മിക്കതും യൂറോപ്പ് ബേസ്ഡ് രജിസ്ട്രേഷൻ ഉള്ളതാണ്. അപ്പോൾ അവർ ആ ഒരു കാരണം പറഞ്ഞാൽ തന്നില്ല. പിന്നെ ഇവർ ഈ റിഫൈനറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ 25 മുതൽ 30% ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഏറെക്കുറെ തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് യൂറോപ്യൻ യൂണിയൻ്റെ വിലക്കുള്ളത് കൊണ്ട് അവർക്ക് ഈ ഇടപാടുകൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഡോളർ പ്രോസസ്സ് പറ്റുന്നില്ല. പിന്നെ ഈ നായരയ്ക്ക് നേരിട്ട് വന്നൊരു പണിയെന്ന് വെച്ചാൽ അവർക്ക് ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ അവർക്ക് ഡോളർ വേണമല്ലോ, ആ ഡോളർ കിട്ടുന്നില്ല. അപ്പോൾ ഈ നായര ഇതുവരെ ആശ്രയിച്ചിട്ടിരുന്നത് നമ്മുടെ നാട്ടിലുള്ള യൂക്കോ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടല്ലോ, ഈ ബാങ്കാണ് നായരയുടെ ഔദ്യോഗിക ബാങ്ക്. അപ്പോൾ അവര് നമ്മുടെ UAE-യിലുള്ള അവരുടെ പാർട്ട്ണർ മാഷ്റഖ് എന്ന് പറയുന്ന ഒരു ബാങ്കുണ്ട്, അവരുമായിട്ട് സഹകരിച്ചാണ് ഈ നായരയ്ക്ക് വേണ്ട ഡോളറൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മാഷ്റഖ് പെട്ട് നിൽക്കുക, കാര്യം അവർക്ക് നായരക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഡോളർ കിട്ടില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ലോക്കൽ പർച്ചേസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അത് രൂപയിൽ നടക്കുന്നത് കൊണ്ട് നായരയ്ക്ക് ഇപ്പം തലവേദനയില്ല, കാര്യം ഡോളറിൻ്റെ പ്രശ്നമാണല്ലോ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ അതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ വിപണി അല്ലെങ്കിൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ സാധനങ്ങൾ അവർ സുഗമമായിട്ട് നടത്താനായിട്ടുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ റിഫൈനറിക്ക് ഈ ഗുജറാത്തിലുള്ള വാദിനർ എന്ന് പറയുന്ന റിഫൈനറിക്ക് ഒരു വർഷം ഏതാണ്ട് 20 മില്യൺ ടൺ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ഒരു ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഒരു റഷ്യൻ നിയന്ത്രിത കമ്പനി ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും യൂറോപ്യൻ യൂണിയൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ വന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഈ ഓഗസ്റ്റിന് ശേഷം, ഇപ്പോൾ സെപ്റ്റംബർ ആണല്ലോ, ഈ ഓഗസ്റ്റിന് ശേഷമാണ് ഇവർക്ക് കാര്യങ്ങൾ കുറേ വഷളായത്. അപ്പോൾ ഇവർ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടൊരു കള്ളക്കളി ചെയ്തിരുന്നു. അതിൻ്റെ പേര് ഈ ഷാഡോ ഫ്ലീറ്റ് എന്നാണ്, അതായത് കള്ളക്കടത്ത്. ഈ റഷ്യയിൽ നിന്ന് അവരുടെ തന്നെ സപ്ലയർമാർ ഈ ഷാഡോ ഫ്ലീറ്റുകൾ വഴി ഇവരുടെ റിഫൈനറിയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കടുത്തതോടുകൂടി ഈ ഷാഡോ ഫ്ലീറ്റുകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ ഇവർ അനൗദ്യോഗികമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഈ റഷ്യയിലെ സപ്ലയർമാർ ഇപ്പോഴും ഇവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഇവർക്ക് നേരിട്ട് ഇടപാട് നടത്താൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. കാര്യം ഇത്ര വലിയൊരു വെല്ലുവിളി നേരിടുമ്പോഴും നയരയെ ഇന്ത്യയിൽ, കാര്യം ഇന്ത്യൻ വിപണികൾ കൂടി അന്യമായി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിപ്പോവും. അപ്പോൾ അവരെ സഹായിക്കുന്ന തരത്തിൽ വിദേശ കപ്പലുകൾക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അനുമതി നമ്മുടെ ഷിപ്പിംഗ് മന്ത്രാലയം കൊടുത്തതെന്ന് പറയുന്നത് പരോക്ഷമായിട്ട് അത് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനുള്ള മറുപടി കൂടിയാണ്.